ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, വ്ളോഗും കാര്യങ്ങളൊന്നും അല്ല. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ പലരും വന്ന് ചോദിക്കുന്നുണ്ട്, സൗദിയിൽ എവിടെയാണ്, അവിടെ ഫ്ലാറ്റിൻ്റെ റേറ്റ് എത്രയാണ്, ഒരു മാസം താമസിക്കാൻ ഇവിടെ എത്ര രൂപ എക്സ്പെൻസ് ആയിട്ട് വരും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഒരു മാസം സൗദിയിൽ ജീവിക്കാൻ എത്ര എക്സ്പെൻസ് വരും എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചത് നമ്മൾ ഫ്ലാറ്റിൻ്റെ റെൻ്റാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് സൗദിയിൽ ജുബൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതുപോലെ നമ്മൾ ജുബൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇവിടെ ഒരു ലേഡീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്, അതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ നമ്മൾ റൂമിൽ 2 ബെഡ്റൂം ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ ഉണ്ട്, പിന്നെ ഒരു ഹാളുണ്ട്, പിന്നെ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടി ചെറിയൊരു സ്പേസും പിന്നെ 2 ബാത്റൂമും ഒക്കെയാണ് നമ്മൾ ഈ റൂമിൽ വരുന്നത്. അപ്പോൾ ഇത് 3 മാസം കൂടുമ്പോഴാണ് ഇവിടെ റെന്റ് കൊടുക്കേണ്ടത്. അപ്പോൾ 3 മാസം കൂടുമ്പോൾ നമുക്ക് 3000 റിയാലാണ് റെന്റായിട്ട് വരുന്നത്. അതായത് ഒരു ഇന്ത്യൻ റുപ്പി നമ്മുടെ നാട്ടിൽ ഒരു 63,000 രൂപയോളം വരും ഇതിന്റെ റെന്റ് 3 മാസത്തേക്ക്. പ്ലസ് നമുക്ക് വാട്ടർ എക്സ്പെൻസ് ഉണ്ട്. ചിലര് നമ്മളെ റെന്റിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ഈ വാട്ടർ എക്സ്പെൻസ്. ചിലർ സ്ഥലത്ത് സെപ്പറേറ്റ് ആയിരിക്കും. ഇവിടെ സെപ്പറേറ്റ് ആയിരുന്നു. ഒരു വർഷത്തേക്ക് 100 റിയാലാണ് വാട്ടർ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ഇവർ ചാർജ് ചെയ്തത്. പക്ഷെ ഒരു 6 മാസമൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വാട്ടർ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ എക്സ്പെൻസ് അല്ല കേട്ടോ, അല്ലാതെ നമ്മൾ കിച്ചണിലും ടോയ്ലറ്റിനും യൂസ് ചെയ്യുന്ന വെള്ളത്തിന്റെ എക്സ്പെൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് ഒരു വർഷത്തേക്ക് നാട്ടിൽ ഏകദേശം ഒരു 2100 സംതിങ് ഒക്കെ ആയിരിക്കും വരിക. അതുപോലെ ഇത് നമ്മളുടെ ഫർണിഷ്ഡ് ഫ്ലാറ്റ് അല്ല. ഫർണിഷ്ഡ് ഫ്ലാറ്റ് എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസ് ആണ്. ഇപ്പോൾ 1 മാസത്തേക്ക് അല്ലെങ്കിൽ 3 മാസത്തേക്കൊക്കെ വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നവർക്കാണെങ്കിൽ ഫർണിഷ്ഡ് ഫ്ലാറ്റ് തന്നെയാണ് നല്ലത്. അല്ലാതെ ഒരു വർഷത്തേക്കൊക്കെ വരുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു റൂം എടുത്തിട്ട് സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് സെക്കൻഡ് ഹാൻഡ് ആയിട്ടൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ അതിനുവേണ്ടി തന്നെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ റേറ്റും ഉണ്ടാവില്ല. അല്ല ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആണെങ്കിൽ ഏകദേശം ഒരു മാസം 31,500 രൂപ ഒരു ആവറേജ് റേറ്റ് വരും കേട്ടോ, റെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഞങ്ങൾ ഒരു 1.5 മാസത്തോളം ഫർണിഷ്ഡ് ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, അതുപോലെ തന്നെ ഒരു ബാത്റൂമാണ്. പക്ഷെ കിച്ചൺ എന്ന് പറയാനൊന്നും പറ്റില്ല, ചെറിയൊരു മിനി സ്പേസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസത്തേക്കൊക്കെ തങ്ങാൻ വേണ്ടി റൂം എടുക്കൂലേ, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ റെന്റ് വരുന്നത് 1,500 റിയാലാണ്. അതായത് ഏകദേശം 31,500 രൂപയാണ് ഒരു മാസത്തേക്ക് മാത്രം വരുന്നത് കേട്ടോ. അതുപോലെ ഈ ഒരു റൂം എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ഹീറ്റർ മാത്രമാണ്, ബാക്കി എല്ലാം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുവാണ്. അപ്പോൾ AC എല്ലാം തന്നെ സെക്കൻഡ് ഹാൻഡ് കിട്ടും. പിന്നെ നമ്മൾ തണുപ്പ് സീസണൊക്കെ ആകുമ്പോൾ നാട്ടിലെ പോലെ തന്നെ AC കുറച്ച് റേറ്റ് കുറവായിരിക്കും. ചൂടുള്ള സമയത്തൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റും ആയിരിക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് നോക്കാം. ഏകദേശം ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് 70 റിയാലാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ 150 റിയാലാണ് ഒരു മാസം വരുന്നത്. 150 റിയാൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 3,150 ആണ് കേട്ടോ. മുമ്പ് താമസിച്ച സ്ഥലത്തൊക്കെ എത്ര 200 റിയാൽ വരെ വന്നിട്ടുണ്ട്. 200 റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 4,000 റിയാലൊക്കെ വരും. കൂടുതലും ചൂടുള്ള സമയത്തായിരിക്കും ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല് നല്ല കൂടുതൽ വരുന്നത്. കാരണം ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ AC ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നാട്ടിലെ പോലെയൊക്കെ തന്നെയാണ് ഇവിടെയും. പിന്നെ അടുത്തതായിട്ട് വരുന്നത് കിച്ചൺ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഒരു മാസം അടുക്കള സാധനത്തിന് മാത്രം എത്ര രൂപയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ മിനിമം ഒരു 300 അല്ലെങ്കിൽ ഒരു 250 റിയാലൊക്കെയാണ് കിച്ചണിലേക്ക് വേണ്ട സാധനത്തിനുള്ള എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. മാക്സിമം ഒരു 500 റിയാലാണ് വരുന്നത്. ഏകദേശം നമ്മളുടെ 10,500 രൂപ. ഇവിടെ മിക്കവാറും മുമ്പുള്ള കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള പോലെ ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സ് വരാറുണ്ട്. കൂടുതലും നമ്മളുടെ പെരുന്നാൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ന്യൂ ഇയർ വരുമ്പോഴൊക്കെ നല്ല ഓഫേഴ്സ് വരാറുണ്ട്. നമ്മളെ മുട്ടയ്ക്കും അതുപോലെ തന്നെ വാഷിംഗ് പൗഡറിനൊക്കെ നാട്ടിലെ സെയിം റേറ്റ് ഒക്കെ ഏകദേശം വരാറുണ്ട്. അപ്പോൾ മിക്കവരും ഇവിടെ പാവപ്പെട്ടവരാണെങ്കിൽ ശരി, പണക്കാരാണെങ്കിൽ ശരി, എല്ലാവരും ഓഫേഴ്സ് നോക്കിയായിരിക്കും മേടിക്കാറ്. അപ്പോൾ ആ ഒരു ഓഫറിൽ നമ്മൾ സാധനം മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പൈസയൊക്കെ ലാഭിക്കാൻ പറ്റും ഇവിടെ. പിന്നെ ഇവിടെ മിക്ക ഫ്രൈഡേസിലും നല്ല ഓഫേഴ്സ് വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് സാധനം മേടിക്കുന്നത്. പിന്നെ ഇവിടെ വൈഫൈ ആയിട്ട് വരുന്നത് 150 റിയാലാണ് നെറ്റിന് വേണ്ടി ചാർജ് ചെയ്യുന്നത്. അപ്പൊ അത് ഏകദേശം നാട്ടിൽ ഒരു 3,150 രൂപ വരും. പക്ഷെ ഇവിടെ മിക്കവരും ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അപ്പുറത്തെ റൂമിൽ വൈഫൈ ഉണ്ടെങ്കിൽ അവര് തന്നെ നമുക്ക് ഷെയർ ചെയ്യും. അപ്പൊ നമ്മള് പകുതി പൈസ കൊടുത്താൽ മതി. എന്തുകൊണ്ടും അതായിരിക്കും ലാഭം. അതാകുമ്പോൾ മിക്കവാറും നമുക്കൊരു 50 റിയാലൊക്കെ കൊടുത്താൽ മതിയായിരിക്കും. സോ ഞങ്ങളും ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്.
പിന്നെ നമ്മൾ വാട്ടർ, അതായത് നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെള്ളം. അപ്പോൾ അതിന് ഒരു ക്യാനിലൂടെ 10 റിയാലാണ് വരുന്നത്. ഒരാഴ്ച നമുക്ക് എങ്ങനെ പോയാലും ഒരു 3 ക്യാൻ വെച്ച് വേണം. ഏകദേശം ഒരു മാസം ഒരു 12 ക്യാനെങ്കിലും വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നാട്ടിലൊരു എക്സ്പെൻസ് വരുന്നത് 2520 രൂപയാണ് കുടിക്കാനുള്ളതും അതുപോലെ തന്നെ കുക്കിങ്ങിന് വേണ്ടിയുള്ള വെള്ളത്തിനും അത്ര എക്സ്പെൻസ് ആയിക്കോട്ടെ വരുന്നത്. പിന്നെ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ കാർ റെന്റിന് കിട്ടും. അത് വലിയ റേറ്റ് ഒന്നും തോന്നുന്നില്ല, കാരണം ഒരു ദിവസത്തേക്ക് നമ്മുടെ നാട്ടിലെ 4200 രൂപയാണ് റെന്റിന് വരുന്നത്. അതായത് ഇവിടുത്തെ ഒരു 200 റിയാലാണ്. അപ്പോൾ ഇവിടെ പെട്രോളിന് വില കുറവാണ്. അപ്പോൾ ഒരു ദിവസം ഫുള്ള് യൂസ് ചെയ്യുന്നതിന് വെറും 4200 രൂപയെ വരുന്നുള്ളൂ. പിന്നെ അങ്ങനെ അല്ലാതെ ഇപ്പൊ ടാക്സി ഒക്കെ എടുത്ത് പുറത്ത് പോവുകയാണെങ്കിൽ ശരി, വലിയ കത്ത് റേറ്റ് ഒന്നുമില്ല. ഏകദേശം നമ്മുടെ നാട്ടിലെ ടാക്സിയുടെ ഒക്കെ റേറ്റേ വരുന്നുള്ളൂ. അത്രയും മാത്രമെന്നല്ല, കുറച്ചൊക്കെ കൂടുതലാണ്, എന്നാലും വലിയ കത്ത് റേറ്റ് ഒന്നുമില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഞങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസിനെ ബേസ് ചെയ്ത് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ പിന്നെ ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കൊരു മിനിമം ഒരു മാസം എക്സ്പെൻസ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ 37,590 രൂപയാണ് നമ്മുടെ നാട്ടിലെ. അങ്ങനെ അതൊരു മാക്സിമം ആയി കഴിഞ്ഞാൽ 44,520 രൂപയാണ് ഒരു മാസം സൗദിയിൽ ജീവിക്കാൻ നമുക്ക് വരുന്ന എക്സ്പെൻസ്. അപ്പൊ ഇത് നമ്മളുടെ ബേസ് ചെയ്ത് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. പിന്നെ എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമന്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.